സാക്ഷ്യമാണ്. സ്തോത്രം. എന്നെ സ്നേഹിച്ച എൻ്റെ യേശുവിനെ അവന് വേണ്ടി സമർപ്പിച്ച് ജീവിപ്പാൻ ഞാൻ ഇറങ്ങിയ കാലം മുതൽ കർത്താവ് എന്നെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സ്റ്റേജിലായിരിക്കുന്ന ഈ ബാലകൻ സെൻറ്ററിൻ്റെ എല്ലാ ശ്രേഷ്ഠ ദൈവദാസന്മാർ, സ്തോത്രം, ലീഡർഷിപ്പിലുള്ള എല്ലാ കർത്തദാസന്മാരെയും സ്തോത്രം, അവരുടെ കുടുംബങ്ങൾ, എൻ്റെ മുൻപിലായിരിക്കുന്ന എല്ലാ കർത്തദാസന്മാർ, ദാസിമാർ, കുഞ്ഞുങ്ങൾ, വർഷിപ്പ് ലീഡ് ചെയ്ത ദൈവദാസന്മാർ, എല്ലാവർക്കും ക്രിസ്തയേശുവിൽ എൻ്റെ സ്നേഹവന്ദനം. ഞാനിവിടെ ഇരുന്ന് ഇങ്ങനെ ചിന്തിക്കുകയായിരുന്നു. കേരളത്തിൻ്റെ അനേക സ്ഥലങ്ങളിൽ ഞങ്ങളിപ്പോൾ വന്നിട്ട് 2 മാസത്തോളം ആകുന്നു. അനേക സ്ഥലങ്ങളിൽ പോയി ദൈവത്തിൻ്റെ സാക്ഷിയായി നിൽപ്പാൻ കൂട്ടിക്കൽ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത്, കുഗ്രാമത്തിൽ, ആരും അറിയാതെ ജനിച്ചു വളർത്തപ്പെട്ട, ശരിക്കും സൺഡേ സ്കൂള് പോലും പഠിക്കാത്ത എന്നെ ദൈവം, സ്തോത്രം, ഇതുവരെയും കൊണ്ടുവന്നത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എനിക്ക് അർത്ഥസമയിലിരിക്കുമ്പോൾ എൻ്റെ ഹൃദയവും കണ്ണും നിറയാതെ ഒരിക്കലും ഇരിക്കാൻ ഒക്കത്തില്ല. കാര്യം ഞാൻ ഇവിടം വരെ ആയത് എങ്ങനെയാണെന്ന് എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ. സ്തോത്രം. ദൈവത്തിൻ്റെ എല്ലാ വിശ്വസ്തക്കാരും ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് ആരാധന ദിവസമാണല്ലോ. ഞാൻ നേരത്തെ ഇവിടെ വന്ന് എൻ്റെ സാക്ഷ്യത്തിൻ്റെ ചില ഭാഗങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്കറിയാം. സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം. ഇന്ന് ആരാധന ദിവസമാണ്. ആരാധന എന്ന് പറയുന്നത് ദൈവത്തോടുള്ള സ്നേഹമാണ്. സ്തോത്രം. കർത്താവുമായി കൂട്ടായ്മ എപ്പോഴും. കർത്താവ്, സ്തോത്രം, അതാണല്ലോ ആദ്യം ആദാമിനെ അവയൊക്കെ സൃഷ്ടിച്ചയച്ച് ദൈവം വെയിലിറങ്ങുമ്പോൾ ഇറങ്ങി വരും. ദൈവമായിട്ടുള്ള കൂട്ടായ്മ, അവരോടുള്ള സ്നേഹം, അവരെ കാണാനും എടുക്കാനും അവരുടെ കാര്യങ്ങൾ അന്വേഷിക്കാനും ഒക്കെ ആ ഒരു ബന്ധത്തിൽ, സ്നേഹബന്ധത്തിലായിരിക്കാൻ ദൈവം നമ്മളെക്കുറിച്ചും ആഗ്രഹിക്കുന്നു. സ്തോത്രം. അന്ന് അവർ പാപം ചെയ്തതുകൊണ്ട് അവരവിടെ നിന്ന് മാറിപ്പോയി. സ്തോത്രം. എന്നാൽ അവർ പാപം ചെയ്തതിന് ശേഷം അവർക്കുണ്ടായ കുഞ്ഞുങ്ങൾക്ക്, സ്തോത്രം, അവര് ദൈവം കൊടുത്ത വെളിപ്പാടിൽ ആരാധന എന്നതാണെന്ന് അവരെ പഠിപ്പിച്ചെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം. എന്നാൽ ഹാബേല്, സ്തോത്രം, നമുക്കറിയാം, യാഗം സമർപ്പിച്ചപ്പോൾ ഹാബേലിലും അവൻ്റെ യാഗത്തിലും പ്രസാദിച്ചു എന്നെഴുതി. എന്നാൽ കയീനിൽ